നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ചെയ്ത ഒരു വലിയ നെറികേട്, അതിനെതിരെ ബെൽജിയം കോച്ച് റൂഡി ഗാർഷ്യ പ്രതികരിച്ചിരിക്കുന്നു. ഇന്ന് ജൂലൈ 5 അതോ ഏപ്രിൽ 1 എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇന്നലെ അദ്ദേഹം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചാണ്. സംഭവം മറ്റൊന്നുമല്ല, റെഡ് കാർഡ് കിട്ടിയ USA താരം ഫ്ലോറിൻ ബലാഗന് അടുത്ത മത്സരം കളിക്കാമെന്ന് ഫിഫ പറയുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇത്? അപ്പോൾ ചിലർ പറയും ക്രിസ്ത്യാനോയുടെ റെഡ് കാർഡ് സസ്പെൻഡ് ചെയ്തില്ലേ. എടോ, അത് മാൻഡറ്ററി ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള 1 മാച്ച് സസ്പെൻഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ കൊടുത്ത 3 മാച്ച് സസ്പെൻഷനിൽ 2 ഇതുപോലെ പ്രൊബേഷണറി ആക്കി മാറ്റിയത്, അല്ലാതെ ഓട്ടോമാറ്റിക് സസ്പെൻഷൻ അല്ല. ഇനി അതും പറഞ്ഞതിനെ തൂക്കം ഒപ്പിക്കാൻ വരണ്ട. അപ്പോഴാണ് ഇപ്പം കോച്ച് തന്നെ ശക്തമായി രംഗത്തേക്ക് വന്നിരിക്കുന്നു. ഇന്ന് രാത്രിയാണ് ബെൽജിയം വേഴ്സസ് USA വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരം. ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയ്ക്കെതിരെ റെഡ് കാർഡ് കിട്ടിയ ഫ്ലോറിൻ ബലാഗൻ ഫുട്ബോൾ ലോകത്തെ നോക്കി വെല്ലുവിളിച്ച് ചിരിച്ചുകൊണ്ട് കളിക്കളത്തിൽ ഇറങ്ങും എന്ന കാര്യം ഉറപ്പായി. USA പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇത് ആവശ്യപ്പെട്ടത്. അതനുസരിച്ചാണ് ഫിഫ ഇത് മാറ്റിയത് എന്ന് ന്യൂയോർക്ക് ടൈംസാണ് റിപ്പോർട്ട് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം വെച്ചിട്ടുണ്ട്. അപ്പോൾ റൂഡി ഗാർഷ്യ ഇന്നലെ പറയുകയാണ്, എനിക്കറിയില്ല വേൾഡ് കപ്പ് ഫിഫ ഈ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഫിഫക്ക് ഇത് ജൂലൈ 5 അതല്ല ഏപ്രിൽ 1 എന്ന്. ഇത് ഏപ്രിൽ ഫൂൾ പോലെയുള്ള പരിപാടിയാണ്. വി ആർ നോട്ട് ഡിഫെൻഡിങ് ദി നാഷണൽ ടീം ഓർ ഫെഡറേഷൻ. ഞങ്ങൾ ബെൽജിയത്തെയോ അല്ലെങ്കിൽ ബെൽജിയം ഫുട്ബോൾ ഫെഡറേഷനോ അല്ല ഇവിടെ ഡിഫെൻഡ് ചെയ്യുന്നത്. ബട്ട് വി ആർ ഡിഫെൻഡിങ് ഫുട്ബോളിനെ തന്നെയാണ് നമ്മൾ പ്രതിരോധിക്കുന്നത്, ഇതുപോലെയുള്ള പൊളിറ്റിക്കൽ ടേക്ക് ഓവറിൽ നിന്ന്. ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ഫുട്ബോൾ, അതാണ് ചെയ്യുന്നത് എന്ന് റൂഡി ഗാർഷ്യ പറയുന്നു. തീർച്ചയായിട്ടും റൂഡി ഗാർഷ്യ പറയുന്നതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം. അതേപോലെ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഇപ്പോൾ ജെയ്മി കാരഗർ വളരെ ശക്തമായ ഭാഷയിൽ തന്നെ പറഞ്ഞു, ഫ്ലോറിൻ ബലാഗൻ്റെ വിഷയത്തിൽ പൊളിറ്റിക്സ് ഈസ് ടേക്കിംഗ് ഓവർ ഫുട്ബോൾ. വി നീഡ് ടു ഡു സംതിങ് അബൌട്ട് ഇറ്റ് ബൈ ഓൾ മീൻസ്. എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ബലാഗന് കൊടുത്ത റെഡ് കാർഡ് ശരിയാണ്, ഹാഷായിട്ടുള്ള റെഡ് കാർഡ് തന്നെയാണ്. പക്ഷേ വൈറ്റ് ഹൗസ് ആണോ അതിൽ ഇടപെടേണ്ടത്? അപ്പോൾ ട്രംപ് പറയുകയാണ്, ഇനിയിപ്പോൾ USAക്ക് വേൾഡ് കപ്പ് കിരീടം വേണമെന്ന് പറഞ്ഞാൽ അതെടുത്തങ്ങ് കൊടുക്കുമോ? അതാണോ ഫിഫയും ഇൻഫാൻറ്റിനോയും പ്ലാൻ ചെയ്യുന്നത്? അതല്ല ഇനി ഭാവിയിൽ കളി നടത്തുന്ന മറ്റ് രാജ്യങ്ങൾ, ഇവിടെ ഇപ്പോൾ USA എല്ലാ കാര്യങ്ങളിലും കൈകടത്തി കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അവരും കൈകടത്താൻ നിന്നാൽ എന്താവും എന്ന കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ജെയ്മി കാരഗർ പറയുന്നു. ജെയ്മി കാരഗറുടെ വാക്കുകൾ, അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. എന്ത് വില കൊടുത്തും തടുക്കേണ്ട ഒരു സംഭവമാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.